MSV ഫൈസെ നൂറെ ഒലിയ എന്ന ഇന്ത്യൻ പതാക ഘടിപ്പിച്ച കപ്പലിന് നേരെ യമൻ തീരത്ത് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും നിരായുധരായ സാധാരണക്കാരുടെ വാണിജ്യ കപ്പലിന് നേരെ നടത്തുന്നത് യാതൊരു ന്യായീകരണവുമില്ലാത്ത ആക്രമണമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഗാർഡ്സ് ഓഫ് ദി റിപ്പബ്ലിക് എന്നുകൂടി അറിയപ്പെടുന്ന യമനി നാഷണൽ സെമിസ്റ്റേഴ്സ് ഫോഴ്സ് കോസ്റ്റ് ഗാർഡും നാവികസേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെയാണ് നാവികരെ രക്ഷപ്പെടുത്തിയതെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഹൂതി വിഭാഗമാണെന്നും അവർ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയവും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പ്രത്യാക്രമണം നടത്താൻ ശേഷിയില്ലാത്തതും സാധാരണക്കാർ സഞ്ചരിക്കുന്നതുമായ ഒരു കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കപ്പൽ ഗതാഗതത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അന്താരാഷ്ട്ര ജലപാതകളിൽ ഭയരഹിതമായും സുരക്ഷിതമായും കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കി. 14 ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ ആശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ നാവികരുടെയും സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിനും രക്ഷപ്പെടുത്തിയ ജീവനക്കാർക്ക് ആവശ്യമായ വൈദ്യസഹായവും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷൻ മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി യമൻ പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെ തുടർ സുരക്ഷയും നാട്ടിലേക്ക് മടക്കിയെത്തുന്നതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളും എംബസി നേരിട്ട് ഏകോപിപ്പിക്കും. കപ്പലിലുണ്ടായിരുന്ന നാവികരെ ഉടനടി രക്ഷപ്പെടുത്തിയ യമൻ കോസ്റ്റ് ഗാർഡിനും പ്രാദേശിക അധികൃതർക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ പ്രത്യേക നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായി മാസങ്ങളായി തുടരുന്ന കടുപ്പമേറിയ സൈനിക പോരാട്ടത്തിനായി അമേരിക്കയുടെ ആയുധപുരയിൽ വൻ തിരിച്ചടിയുണ്ട്. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചു തീർത്തതായ അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സും CBS ന്യൂസും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട സൈനിക നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ തുടർച്ചയായ അപ്രതീക്ഷിത ആയുധക്ഷമതയിലേക്കും തള്ളിയിട്ടിരുന്നത്. മാത്രവുമല്ല, കടുത്ത ആയുധക്ഷാമം നേരിടുന്നതോടുകൂടി അമേരിക്കൻ സൈന്യത്തിന്റെ ആഗോള പ്രതിരോധ ശേഷിയെക്കുറിച്ചും വലിയ ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. ഭാവിയിൽ ചൈനയോ റഷ്യയോ ഉൾപ്പെടെയുള്ള ശക്തമായ എതിരാളികളുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ഉണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സേന എത്രത്തോളം സജ്ജമാണെന്ന സംശയമാണ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്നത്. നിലവിലെ മിസൈൽ ശേഖരത്തിന്റെ കുറവ് വൈറ്റ് ഹൌസിനും വൻ തലവേദനയായി മാറിയിട്ടുണ്ട്. പ്രധാനമായും കരയിൽ നിന്ന് തൊടുക്കാവുന്ന തന്ത്രപ്രധാന ആയുധങ്ങളായ എറ്റാംഗസ്, പുതിയ തലമുറയിൽപ്പെട്ട പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് അമേരിക്ക ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത്. ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോൾ തീർന്ന മട്ടാണ്. അമേരിക്കൻ സൈന്യത്തിന് ആൾനാശം സംഭവിക്കാതിരിക്കാൻ പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ അതിർത്തിയിലേക്ക് നേരിട്ട് അയക്കുന്നതിന് പകരം ദീർഘദൂര പ്രിസിഷൻ മിസൈലുകളെയാണ് ട്രംപ് ഭരണകൂടം വ്യാപകമായി ആശ്രയിച്ചത്. കടലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുന്ന അമേരിക്കൻ ആയുധ ശേഖരത്തിലെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളിൽ പകുതിയും ഇറാൻ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. ആക്രമണ മിസൈലുകൾക്ക് പുറമെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളിലും വൻ കുറവുണ്ടായിട്ടുണ്ട്. പാട്രിയാറ്റ് ഇൻസ്പെക്ടറുകളുടെ 65% അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ താഡ് മിസൈലുകളുടെ 39% US സൈന്യം ഇതിനോടകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് വിവിധ പ്രതിരോധ പഠന കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കൂടാതെ മധ്യപൂർവേഷ്യൻ മേഖലകളുടെ ചുമതലയിലുള്ള US സെൻട്രൽ കമാൻഡിന്റെ പക്കൽ ഉണ്ടായിരുന്ന മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ച മട്ടാണ്. നിലവിൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്ന US ആയുധ ശേഖരത്തിൽ നിന്നും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും തുടക്കത്തിൽ മിസൈലുകൾ ഇങ്ങോട്ട് എത്തിച്ചാണ് അമേരിക്ക താൽക്കാലികമായി കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് US-ന്റെ പക്കൽ 2330 പാട്രിയറ്റ് മിസൈലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈ അവസാനത്തോടെ ഇത് 759 മുതൽ 827 ചുരുങ്ങി. അതുപോലെ 452 താഡ് മിസൈലുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും 234-നും 278-നും ഇടയിലേക്ക് കൂപ്പുകുത്തി. പഴയ ശേഖരത്തിലേക്ക് തിരിച്ചെത്താൻ കുറഞ്ഞത് 2029 മധ്യത്തോടെ
മാത്രമേ സാധിക്കൂ എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിനിടെ ഹോർമോസ് കടലിടുക്കിലെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇറാനുമേലെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാനിൽ തീമഴ പെയ്യിക്കുമെന്ന് മുൻപ് ഭീഷണിപ്പെടുത്തിയ ട്രംപിന്റെ ഈ പിന്മാറ്റം കേവലം നിയന്ത്രണം മാത്രമല്ലെന്നും കടുത്ത മിസൈൽ ക്ഷാമം മുൻനിർത്തിയുള്ള കരുതലോടെയുള്ള യു-ടേൺ ആണെന്നും വിലയിരുത്തപ്പെടുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.